യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് ഒരു കർഷകനുമാണ്. മുന്തിരിച്ചെടികളിൽ ഫലം തരാത്തതിൻ്റെ ശാഖകളെ ഞാൻ മുറിച്ചു നീക്കുന്നു, എന്നാൽ ഫലം തരുന്നതിന് കൂടുതൽ കായ്ക്കുവാനായി കെട്ടിയൊരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവ് ഒരു കർഷകനും യേശു സാക്ഷാൽ മുന്തിരിച്ചെടിയും നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ശാഖകളുമാണ്. അതിൽ ഈശോ വളരെ രസകരമായിട്ട് പറയുന്നൊരു കാര്യം, മുന്തിരിച്ചെടികളിൽ ഫലം തരാത്തതിനെ, ഉണങ്ങിപ്പോയതിനെ, വാടിപ്പോയതിനെയൊക്കെ ഞാൻ മുറിച്ചു മാറ്റും. ഓക്കെ, നമുക്കത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു കർഷകൻ എന്ന നിലയിൽ നമ്മളും പലപ്പോഴും അതങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ഈശോ പറയുകയാണ്, ഫലം തരുന്നതിനെ ഞാൻ കൂടുതൽ വെട്ടി ഒരുക്കും. എന്തിനു വേണ്ടിയാണ് ഫലം തരുന്നതിനെ കൂടുതൽ വെട്ടി ഒരുക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഒരു മുറിവേൽപ്പിക്കപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ ഫലം തരുന്നതിനെ കടത്തിവിടുന്നത്? ഈശോ തന്നെ അതിനൊരു ഉത്തരം പറയുന്നുണ്ട്, കൂടുതൽ ഫലങ്ങൾ കായ്ക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനു വേണ്ടിയാണ് ദൈവം ചില മുറിവുകൾ നമുക്ക് അനുവദിക്കുന്നത്, ചില വേദനയുടെ അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നത്? മറ്റുള്ളവരുടെ വാക്കുകളാലും പ്രവർത്തികളാലും ഹൃദയത്തിൽ മുറിവേൽക്കുവാനും ജീവിതത്തിൽ സങ്കടപ്പെടുവാനും എന്തിനു വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത്? അപ്പോൾ അതിൻ്റെ പിറകിൽ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ, ഒരു ദൈവകൃപയുടെ, നമ്മളിലൂടെ ഒഴുകണ്ട ഒരു ദൈവിക ജീവൻ്റെ പദ്ധതി അതിൽ ഉൾച്ചേർന്നിരിക്കുന്നു. നമുക്ക് വേദനകളും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ സാധാരണ പ്രതികരിക്കാറുണ്ട്. ഒരു കൂട്ടം അതിനെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവുമായി എടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ അതിനെതിരെ ഒരു പോരാട്ടം നടത്തുകയും പരാതി പറയുകയും പിറുപിറുക്കുകയും അങ്ങനെ ജീവിതമെന്നും എപ്പോഴും സങ്കടങ്ങളുടെയും വേദനകളുടെയും പരാതിയുടെയും പിറുപിറുപ്പിൻ്റെയും ഒരു താവളമാക്കി മാറ്റാറുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ തങ്ങൾക്ക് കിട്ടിയ വേദനയുടെ അനുഭവങ്ങളിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ലോകത്തിന് വലിയ അനുഗ്രഹമായി തീരുക. നമ്മൾ യേശുവിൻ്റെ ജീവിതം ചിന്തിച്ചു കഴിഞ്ഞാൽ, കുരിശിൽ കിടക്കുന്ന കർത്താവ് ശിരസ് മുതൽ പാദം വരെ മുഴുവൻ മുറിവേറ്റവനാണ്. ശരീരം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ്, സങ്കീർത്തകൻ പറയും വിധം അസ്ഥികളൊക്കെ എണ്ണാവുന്ന വിധത്തിലാണ് അവൻ കടന്നത്. പക്ഷെ അവന് പരാതിയില്ല. കാരണം യേശുവിനറിയാം, മുറിവുകളിലൂടെ ജീവൻ മറ്റുള്ളവരിലേക്ക് ഒഴുകുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ആത്മാവിൽ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരു മുറിവ് അനുവദിക്കുമ്പോൾ ആ മുറിവിലൂടെ ജീവൻ മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഭാരതത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വമാണ് സിന്ധു സത്കൽ. മഹാരാഷ്ട്രയിലെ വർധ എന്ന ജില്ലയിൽ 1948 സിന്ധുതായി ജനിച്ചത്. ഒരു കർഷക കുടുംബത്തിലാണ് സിന്ധുതായി വന്നു പിറന്നത്. അവൾക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും 4-ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ. 12-ാമത്തെ വയസ്സിൽ സത്കലുമായി അവളുടെ വിവാഹം നടന്നു. സത്കലിന് പ്രായം 30 വയസ്സ്. 20-ാമത്തെ വയസ്സിൽ അവളൊരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ജീവിത പങ്കാളി മറ്റുള്ളവരുടെ ചില വാക്കുകൾ കേട്ട് അവളെ ക്രൂരമായി മർദ്ദിക്കുകയും 9-ാം മാസം തികഞ്ഞിരിക്കുന്ന സമയത്ത് ബോധം കെട്ട് അവൾ മരിച്ചുവെന്ന് വിചാരിച്ച് അടുത്തുള്ള തൊഴുത്തിൽ അവിടെ ബോഡി വലിച്ചു കൊണ്ടിടുക. എന്നാൽ അവൾ ബോധം തെളിഞ്ഞപ്പോൾ കാണുന്നത് അവളൊരു കുഞ്ഞിന് ജന്മം കൊടുത്ത് തൊഴുത്തിൽ കിടക്കുക. അവളെ സഹായിക്കാൻ ആരുമില്ല. അടുത്ത് കണ്ട ഒരു കല്ലിൻ്റെ കഷ്ണമെടുത്ത് കുഞ്ഞിൻ്റെ പൊക്കിൾക്കടി അവൾ തന്നെ ഇടിച്ച് മുറിച്ച് ആ കുഞ്ഞിനെയും എടുത്ത് ആ ദേശം വിട്ട്, ആ ഗ്രാമം വിട്ട് അവൾ പോവുക. എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. മുമ്പിലൊരു വഴികളുമില്ല, ആരും സഹായിക്കാനില്ല. അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ അവൾ അന്തിയുറങ്ങി. അവിടെ വീണ് കിടക്കുന്ന ഗോതമ്പ് മണികൾ പെറുക്കി തിന്നവൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒരു ദിവസം അവൾ നടക്കുമ്പോൾ വഴിയരിയിലിരുന്നൊരു കുഞ്ഞ് ബാലൻ കരയുകയാണ്. അവനാരുമില്ല. ഈ കുഞ്ഞിനെയും അവൾ തൻ്റെ കൂടെ കൂട്ടി. റെയിൽവേ സ്റ്റേഷനിലെ ഭിക്ഷ യാചിച്ചും പാട്ടുപാടിയും അവൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വക കണ്ടെത്തി. ഓരോ ദിനവും പുതിയ
മക്കൾ അവളുടെ കൂടെ ചേർന്നു. ഇന്ന് സിന്ധുതായി 1500-ലധികം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നുണ്ട്. അവരിൽ അനേകരിന്ന് ഗവൺമെൻറ് സർവീസിൽ ജോലിക്കാരായി മാറി. 300 മരുമക്കളുടെ അമ്മയായി അവൾ മാറി. രാഷ്ട്രം അവളെ ആദരിച്ചു. ഓണററി ഡോക്ടറേറ്റ് നൽകി, പത്മശ്രീ നൽകി, ഒത്തിരി അവാർഡുകൾ നൽകി അവളെ അനുഗ്രഹിച്ചു. അവൾ വർഷങ്ങൾക്ക് ശേഷം താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലേക്ക് ഒരു മടക്കയാത്ര നടത്തി. തീരെ അവശനായിരുന്ന ഭർത്താവ് സത്കലിനെയും കൂടെ കൂട്ടി. അവൾ പറയും, ജനിച്ചു വീണ കുഞ്ഞു മുതൽ 80 വയസ്സുവരെയുള്ളവർ എൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വലിയ വേദനയുടെയും മുറിവിൻ്റെയും അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ് സിന്ധുതായി സത്കൽ. എന്നാൽ അവിടെ ജീവിതത്തിലുണ്ടായ ഈ വേദനയുടെ അനുഭവം കൂടെ സഹജീവികളുടെ വേദന മനസ്സിലാക്കുവാനും അവരെ സംരക്ഷിക്കുവാനും അവർക്ക് പുതിയൊരു ജീവിതം കൊടുക്കുവാനും അവൾക്ക് സാധിച്ചു. ഇത് തന്നെയല്ലേ കാൽവരി കുരിശിൽ യേശു നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയ മാതൃക നമ്മൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുക. അവൻ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ, അതിലൂടെ ജീവൻ്റെ ഉറവ ഒഴുകുവാനുള്ള ഒരു സാധ്യത നിൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ നമ്മൾ അനേക വർഷങ്ങളായിട്ട് ജീവിതത്തിലേറ്റ ചില മുറിവുകളെക്കുറിച്ച് പരാതി പറഞ്ഞ് പിറുപിറുത്ത് വിഷമിച്ച് ഇരിക്കുന്നവരാകാം. എന്തുകൊണ്ടൊന്നും മറിച്ച് ചിന്തിച്ചുകൂടാ? യേശുവിൻ്റെ ശരീരത്തിലെ ഓരോ മുറിവുകളും സൗഖ്യദായകമായി മാറിയിട്ടുണ്ടെങ്കിൽ, യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾക്കും ഇതേ ഒരു മാനം സൃഷ്ടിക്കുവാൻ ദൈവത്തിന് പറ്റില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളെ ഓർത്ത് തളർന്നു പോകരുത്. യേശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള തിരുവചന ഭാഗം നമുക്ക് സുപരിചിതമാണ്. അവിടെ വചനം പറയുന്നുണ്ട്, അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ മുറിവാണ്, യേശുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ, അതിലൂടെ ജീവനാണ് ഒഴുകിയത്. പ്രകൃതിയും നമ്മളെ അത് പഠിപ്പിക്കുക. നിങ്ങളൊരു കർഷകനാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളൊരു ഇഞ്ചിയോ മഞ്ഞളോ നടാനെടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിത്ത് മുഴുവനല്ല നിങ്ങൾ നടുന്നത്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഓരോ കുഴിയിലും നിങ്ങൾ നടുന്നു. എന്തുകൊണ്ടാണിത്? മുറിയപ്പെടുന്നിടത്ത് ജീവൻ മുളച്ചു വരും. പ്രകൃതി നമുക്ക് നൽകുന്ന പാഠമതാ. ഓരോ മുറിവിലും ഓരോ ജീവൻ്റെ കണ്ണുണ്ട്. ഓരോ മുറിവുകളും ജീവനെ, പുതുജീവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഒരു ഗാർഡനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചെടികളുടെ കമ്പുകൾ നിങ്ങൾ മുറിച്ചു മാറ്റി വെക്കുന്നത്? ആ ഓരോ കമ്പിലും പുതിയൊരു ജീവനുണ്ട്, പുതിയ ഇലയുണ്ട്, പുതിയ പുഷ്പമുണ്ട്. അത് നോക്കി, ഈ പ്രപഞ്ചത്തെ നോക്കി അത് പുഞ്ചിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ ദൈവം അനുവദിക്കുക. ദൈവം ചില മുറിവുകൾ അനുവദിക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നിൻ്റെ ഉള്ളിൽ ഒത്തിരി നന്മകളുണ്ട്, നിന്നിൽ ഒത്തിരി സാധ്യതകളുണ്ട്, നിന്നിൽ ഒത്തിരി കഴിവുകളുണ്ട്. ഇതൊന്നും ആർക്കും അനുഭവിക്കുവാൻ പറ്റാത്ത വിധം നിന്നിൽ അടഞ്ഞിരിക്കുമ്പോൾ ദൈവം നിന്നെ തൊടും. അതിന് നിൻ്റെ കുടുംബത്തിൽ ചിലരെ ദൈവം ഒരുക്കിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നീ വർക്ക് ചെയ്യുന്നിടത്ത് ഈ ഡ്യൂട്ടി ചെയ്യാൻ ചിലരെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടാകാം. അവർ നിന്നെ പരിക്കേൽപ്പിക്കും, മുറിവേൽപ്പിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചു എന്ന് കരുതി നിങ്ങൾ തളർന്നു പോകരുത്. മറിച്ച് ആ വേദനയുടെ അനുഭവം വരുമ്പോൾ ഓർക്കണം, ഇതാ എന്നിലൂടെ ദൈവം ജീവനെ ഒഴുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതെ, നിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനുഗ്രഹത്തിൻ്റെയും മറ്റുള്ളവർക്ക് ആശ്വാസമേകേണ്ടതുമായിട്ടുള്ള അത്ഭുത ഉറവുകളെ തുറന്നു വിടുവാൻ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ ചെറിയ ചെറിയ മുറിവുകൾ ഏൽപ്പിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മുറിവേൽപ്പിക്കപ്പെട്ട ജീവിതങ്ങളാണ് അനുഗ്രഹങ്ങളായി മാറിയത്. ജോസഫിൻ്റെ ജീവിതം നമുക്കറിഞ്ഞുകൂടെ? സഹോദരങ്ങൾ അവനെ പിടിച്ചു പൊട്ടക്കിണറ്റിലിട്ടു. പൊത്തിഫാറിൻ്റെ ഭവനത്തിൽ അടിമയായി ചെന്നു. അവിടെയും അവന് കാരാഗ്രഹമാണ് വിധിക്കപ്പെട്ടത്. അങ്ങനെ അവസാനം സഹതടവുകാരുടെ സ്വപ്നം വ്യാഖ്യാനിച്ച് അവരൊക്കെ രക്ഷപ്പെടുമ്പോഴും അവൻ പ്രവചിച്ചവൻ അവൻ ജയിലിൽ തന്നെയാണ്. എന്നാൽ ദൈവം അവിടെ അത്ഭുതകരമായിട്ട് ഇടപെടുക. അവനെ ജോസഫ് രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് ഈജിപ്തിൻ്റെ 2ാം ഭരണാധികാരിയായിട്ട് ഉയർത്തപ്പെടുക. ഈജിപ്ത് അങ്ങനെ സമൃദ്ധിയുടെ രാജ്യമായി മാറി. ജോസഫിനെ പ്രതി ദൈവം അവനെ അനുഗ്രഹിക്കുന്നു. ഇസ്രായേൽ ദേശത്ത് കഠിനമായ ക്ഷാമം വന്നപ്പോൾ തൻ്റെ സഹോദരന്മാർ
ധാന്യം തേടി ഈ ജോസഫിൻ്റെ അടുത്ത് തന്നെയാണ് ചെല്ലുന്നത്. ഈ ജോസഫിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ജോസഫ് അവരെ മാന്യമായി സ്വീകരിച്ചു. അവന് അധികാരമുണ്ട്, അവന് പവറുണ്ട്, അവന് ശിക്ഷ കൊടുക്കാം, എല്ലാം അവന് കൊടുക്കാം. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ ഉറവ ഒഴുകിയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ജോസഫ് പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം എന്നാൽ അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ദൈവം ചില മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ തന്നത് നിന്നിലൂടെ വലിയ നന്മയൊഴുകുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്നിലൂടെ കൂടുതൽ കൃപയൊഴുകുവാൻ ദൈവം ആഗ്രഹിക്കുക. ആ കൃപയൊഴുകുവാൻ, അനുഗ്രഹം ഒഴുകുവാൻ, നിൻ്റെ ജീവിതം ഒരു പച്ച നീർച്ചാലായി മാറുവാൻ ദൈവം ചില മുറിപ്പെടുത്തലിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളെ നയിക്കാറുണ്ട്. ഈ നാട്ടിലിപ്പോൾ ധാരാളം ആൾക്കാർ ഊതെന്ന വൃക്ഷം കൃഷി ചെയ്യുന്നുണ്ട്. ഊതിൽ അതിന് വില കിട്ടുന്നത് അതിൻ്റെ കാതലിനാണ്. നമ്മുടെ സാഹചര്യത്തിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഊത് ഇവിടെ ക്രമീകരിക്കപ്പെടില്ല. അതിന് ചെയ്യുന്നത് ഈ മരം തുളച്ച് അതിനുള്ളിൽ ഒരു കെമിക്കൽ വെക്കും. ഈ കെമിക്കലിരുന്നുള്ള പ്രവർത്തനം വഴിയാണ് അതിൻ്റെ ഉള്ളിൽ കാതൽ രൂപപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവം നമ്മളെ കുത്തിത്തുറക്കും. ചില നൊമ്പരപ്പെടുത്തുന്ന മുള്ളുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കും. ഇതെന്തിനാണ്? നീ ആത്മീയമായി കരുത്തുള്ള വ്യക്തിയായി മാറണം. നീ ആത്മീയമായി പവറുള്ള വ്യക്തിയായി മാറണം. നിന്നിൽ ഒരു സുഗന്ധത്തിൻ്റെ ആന്തരിക മനുഷ്യൻ വളർന്നു വരണം. നീ മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്ന, അവരുടെ ജീവിതത്തിൽ ഒരു സുഗന്ധമായി മാറുവാൻ യേശു ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, അതിന് കുറുക്കു വഴികളില്ല. അതിന് ദൈവത്തിൻ്റെ മുമ്പിലുള്ള വഴി, പുത്രൻ്റെ ജീവിതം എപ്രകാരം കടന്നുപോയോ അതേ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ഇതേ അനുഗ്രഹത്തിലേക്ക്, കൃപയിലേക്ക്, ദൈവത്തിൻ്റെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്നലെ വരെ ജീവിതത്തിൽ മുറിവേൽപ്പിച്ചവരെയും പരിക്കേൽപ്പിച്ചവരെയൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യമാകാം, ചിലർക്ക് സങ്കടമാണ്, ചിലർക്ക് മനസ്സിന് ഭാരമാണ്. ഇതൊക്കെ ആയിരിക്കാം നമ്മുടെ വികാരങ്ങൾ. എന്നാൽ യേശുവിൽ നിന്ന് നോക്കി പഠിക്കുക, യേശുവിനോട് ചേർന്ന് ചിന്തിക്കുക. നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലമാണ് നിൻ്റെ ഗുരു നൽകുന്നതെങ്കിലും അവൻ്റെ നയനങ്ങൾ നിന്നെ കണ്ടുമുട്ടും. യെശയ്യാ 53:5 നമ്മൾ കാണുകയാണ്, അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷപ്രദാനം ചെയ്തു. അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുറിവിനാലാണ് നമ്മൾ സൗഖ്യം പ്രാപിച്ചത്. യേശുവിൻ്റെ മുറിവിലൂടെ അവൻ്റെ ജീവനൊഴുകി അത് സൗഖ്യദായകമായി മാറി. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള വേദനയുടെയും തിരസ്കരണത്തിൻ്റെയും അവഗണനയുടെയും മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാനും യേശുവിൻ്റെ പാതയിലൂടെയാണ്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകളിലൂടെ ദൈവത്തിൻ്റെ ജീവൻ എന്നിലൂടെ ഒഴുകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒന്ന് ശാന്തമാക്കാം. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ ഒന്ന് ധ്യാനിക്കുക. ഞാൻ എന്തുമാത്രം പരാതി പറഞ്ഞ വ്യക്തിയാണ് ഇന്നലകളിൽ, എന്തുമാത്രം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് സങ്കടവും ഭാരമായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഈശോയുടെ സത്യം ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ശാഖകളെ വെട്ടിയൊരുക്കുവാൻ, എൻ്റെ ജീവിതങ്ങളിൽ ക്ഷതമേൽപ്പിക്കപ്പെടുവാൻ, മുറിവേൽപ്പിക്കപ്പെടുവാൻ, എൻ്റെ ജീവിതത്തെ ഒന്ന് തുറന്ന് അവിടുത്തെ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു സുഗന്ധമായി മാറുവാൻ അങ്ങ് നിശ്ചയിച്ച് എൻ്റെ അടുത്തേക്ക് അയച്ച വ്യക്തികളെ ഞാൻ ദേഷിച്ചു പോയിട്ടുണ്ട്, അകറ്റി നിർത്തിയിട്ടുണ്ട്. ഈശോയെ, ഞാൻ ക്ഷമ ചോദിക്കുക. അവിടെ നിന്ന് എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ മുറിവുകളിലൂടെ ജീവൻ ഒഴുകുവാൻ, ഞാൻ മുറിക്കപ്പെടുമ്പോൾ അവിടെ ജീവൻ്റെ പുതിയൊരു നാമ്പ് പൊട്ടിമുളയ്ക്കുന്നുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ജീവൻ ഒഴുകുവാൻ എനിക്ക് കൃപയേകണമേ. ആമേൻ.